നന്ദുവും മനിയും വിവാഹം കഴിഞ്ഞ് നന്ദാവനത്തിന് മുമ്പിൽ നിൽക്കുന്നുണ്ട്. രാവിലെ കഥവ് തുറക്കുന്ന കനകം കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. ഉടൻ തന്നെ പേടിച്ച് കനകം എന്റെ ഈശ്വര എന്നും പറഞ്ഞ് തലയിൽ കൈയും വെച്ച് കാറുന്നുണ്ട്. അപ്പോഴേക്കും ഗോവിന്ദനും അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. നീ എന്ത് പണിയാ നന്ദുമോനെ ഈ കാണിച്ചത്? ഒരിക്കലും നിങ്ങൾക്ക് ഈ വീട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയില്ല. ഇവിടെ നിന്നല്ല, ഇവിടെ നിങ്ങളെ ഒന്നിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. രണ്ട് ചേച്ചിമാരുടെ അവസ്ഥ നിനക്ക് അറിയാവുന്നതല്ലേ, അതിന് കൂടെ നീയും ഇങ്ങനെ തന്നെ ചെയ്യണമായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഗോവിന്ദനും കനകയും അവരെ കുറെ വഴക്ക് പറയുന്നുണ്ട്. അനിമോനെ, നിനക്കെങ്കിലും കുറച്ചെങ്കിലും ചിന്തിച്ചുകൂടായിരുന്നോ? നിന്റെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയില്ലേ? എന്നിട്ട് ഇങ്ങനൊരു കടുങ്കെ നിനക്ക് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ വഴക്ക് പറയാണ്. നീ മര്യാദയ്ക്ക് ആ താലി പൊട്ടി ചെറുതു എന്ന് പറയുമ്പോൾ ഇല്ല, എന്റെ കെട്ടുതാലി ഞാൻ പൊട്ടിക്കില്ല എന്ന് പറയുന്നുണ്ട്. കെട്ടുതാലി നീ പൊട്ടിച്ചില്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ മരിച്ചോളാം എന്നും പറഞ്ഞിട്ട് കനകം മരിക്കാനായിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് മരിക്കാനായിട്ട് പോകുമ്പോഴേക്കും അമ്മേ അങ്ങനെ ചെയ്യില്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പെട്ടെന്ന് കനകം സ്വപ്നത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കുന്നുണ്ട്. നന്ദുവിന്റെ കൂടെ തന്നെയാണ് കേട്ടോ കനകം ഇപ്പൊ കിടക്കാറ്. ചാടി എഴുന്നേറ്റ് നന്ദുവിനെ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നന്ദു എഴുന്നേൽക്കുന്നുണ്ട്. എന്താ അമ്മേ, എന്താ കാര്യം? അമ്മ ഉറങ്ങിയില്ലെന്ന് ചോദിക്കുകയാണ്. ഇല്ല നന്ദൂട്ടാ, ഞാൻ ഉറങ്ങിയില്ല. എന്റെ ഓരോ സ്വപ്നങ്ങൾ കാണുമ്പോഴേക്കും എനിക്ക് ഉറക്കം വരുന്നില്ല. എന്താ അമ്മേ, ഇപ്പോഴും അമ്മ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? ഞാനൊരു തെറ്റും ചെയ്യില്ല, അമ്മ അതിനോടൊന്നും പേടിക്കണ്ട എന്ന് പറയുന്നുണ്ട്. മോളെ, എങ്കിലും എനിക്ക് നല്ല പേടിയുണ്ട്. മോക്കറിയാവുന്നതല്ലേ കാര്യങ്ങളെല്ലാം. എന്തെങ്കിലും അബദ്ധം മോള് കാണിച്ചാലോ? മോൾ ആദ്യമായിട്ട് സ്നേഹിച്ച ഒരാളല്ലേ അനി, ഒരിക്കലും അത് മനസ്സിൽ നിന്ന് പോവില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ എനിക്ക് ഇത്രയ്ക്കും പേടിയെന്ന് പറയാണ്. അപ്പോഴേക്കും അനി പറയുന്നുണ്ട്, അമ്മ ഒരു കാരണവശാലും പേടിക്കണ്ട. ഒരിക്കലും അവൻ അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ല. അവനവന്റെ മുത്തശ്ശനും ഏട്ടനും വല്യമ്മയൊക്കെ പറഞ്ഞു തന്നെ അവന് വാക്ക്. അപ്പോഴേക്കും കനകം പറയുന്നുണ്ട്, അത് മോള് പറഞ്ഞ ശരിയാ. അവരെ മറന്നിട്ട് ഒന്നും ചെയ്യില്ല. അതെന്റെ നന്ദമോൻ അറിയാലോ. അതുകൊണ്ട് എന്റെ നന്ദമോൻ ആ വക കാര്യങ്ങളൊന്നും മനസ്സിൽ ചിന്തിക്കണ്ട. എന്റെ മോൻ എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിച്ച് നന്നായിട്ട് വിവാഹം കഴിച്ചു പോകണം ഞങ്ങളുടെ ആഗ്രഹം. പണ്ടത്തെ അമ്മയാണെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞേനെ എങ്ങനെയില്ലേ അനന്തപുരിൽ കയറാൻ. പക്ഷെ ഈ അമ്മ ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം ഇപ്പൊ നിന്റെ ചേച്ചിമാര് അവിടെ കിടന്ന് അനുഭവിക്കുന്നത് ഈ അമ്മ ശരിക്ക് കാണുന്നതാ. എന്റെ മോനെ ഒരിടത്തരം കുടുംബത്തിൽ വേണം കെട്ടിച്ചയക്കാന്. എന്നിട്ട് എനിക്ക് എന്റെ മോളെ കാണാൻ സമാധാനമായിട്ട് അങ്ങോട്ട് വരണം. മോക്ക് ഇവിടെ ഒന്ന് നിൽക്കണം. അങ്ങനെ വീട്ടിലേക്ക് മാത്രമേ ഞാൻ എന്റെ മകളെ കെട്ടിച്ചയക്കുള്ളൂ എന്ന് കനകം പറയുന്നുണ്ട്. അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നന്ദു തിരിഞ്ഞു കിടന്ന് കരയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നബിയുടെ കുറെ ഫോട്ടോസ് ഒക്കെ ഉണ്ടല്ലോ. അത് എങ്ങനെയല്ലോ ആദർശ് കാണാൻ വേണ്ടിയിട്ട് അബിയാണെങ്കിൽ ഹാളിൽ കൊണ്ടിട്ടിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവൻ വന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഫോണിൽ നോക്കിക്കൊണ്ട് പോകുന്ന ആദർശ് അതൊന്നും കാണാതെ അതിനെ മറികടന്ന് പോകുന്നുണ്ട്. അബി, ഇവൻ എവിടെ നോക്കി നടക്കുന്നേ എന്ന് ചോദിച്ച് അബി നിൽക്കാണ്. ഇതേ സമയത്ത് തന്നെ നയന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നയന വന്നിട്ട് നയന ആ ഫോട്ടോസ് എല്ലാം കാണുകയാണ്. അപ്പോഴേക്കും അബി കരുതുകയാണ്, ഈശ്വര, ആര് കാണരുതെന്ന് വിചാരിച്ചു അവര് കാണുകയും ചെയ്തു. ആർക്ക് കാണാൻ വേണ്ടിയാണ് ഇട്ടത്, അവര് കണ്ടുമില്ലല്ലോ എന്നും പറഞ്ഞിട്ട് അബി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. നയന ആ ഫോട്ടോ കണ്ട് അങ്ങ് ഷോക്കായി നിൽക്കുന്നുണ്ട്. ആ ഫോട്ടോ ആരും കാണാതെ പതിയെ അവൾ എടുത്തുകൊണ്ട് നേരെ നബിയുടെ മുറിയിലേക്ക് പോകുന്നുണ്ട്. ആ പോട്ടെ എങ്ങനെയെങ്കിലും ഈ വീട്ടിലുള്ള എല്ലാവരും ഞാൻ ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിക്കും. അവളെ എത്രയും പെട്ടെന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം. ഈ നയനയാണല്ലോ എന്റെ എല്ലാ പ്ലാനിങ്ങും പൊളിക്കുന്നത്. നശിച്ചവൾ, ഇവളെ ആദ്യം കളയേണ്ടത് എന്നിങ്ങനെ നബി മനസ്സിൽ കരുതുന്നുണ്ട്. എന്നിട്ട് നയന നേരെ നബിയുടെ മുറിയിലേക്ക് ചെല്ലാണ്. ഈ സമയത്ത് നബി ഇങ്ങനെ ആലോചന ഇങ്ങനെ ഇരിക്കായിരിക്കും. ഈ ഫോട്ടോസ് ഒക്കെ കൊണ്ട് കട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് നയന ചോദിക്കാണ്, എന്താ ഇതൊക്കെയെന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും നവി ഇത് കണ്ട് ഞെട്ടിട്ട് പറയാണ്, നിന്നെ കുറച്ചു ദിവസമായിട്ട് പറഞ്ഞൊരു കാര്യം പറയാനുണ്ടെന്ന്. ഇതാണ് കാര്യം എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് എങ്ങനെ മനസ്സ് വരുന്നു. നമ്മുടെ അമ്മയച്ഛനും ഓരോ പ്രാവശ്യം വരുമ്പോഴും ചേച്ചിയുടെ പേരിൽ ഓരോ നീറ്റിലും കൊണ്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഇതൊന്നും ചേച്ചിക്ക് മതിയായില്ലേ? ഇത്രയൊക്കെ ചെയ്തു കൂട്ടി എന്റെ ജീവിതം നശിപ്പിച്ചിട്ടും ചേച്ചിക്ക് മതിയായില്ലേ? ഇനി എന്താ ചേച്ചിയുടെ ഉദ്ദേശം? ഇപ്പൊ ഇതാണോ പുതിയ കാര്യം എന്ന് പറയുന്നുണ്ട്. സത്യമായിട്ടും എനിക്കിതിൽ യാതൊരു പങ്കുമില്ല, ഞാൻ നിരപരാധി എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, അതെ, അല്ലെങ്കിൽ ചേച്ചി എല്ലാ കാലത്തും നിരപരാധിയാണല്ലോ, ഞാനാണല്ലോ തെറ്റുകാരി എന്ന് പറയാണ് നയന. സത്യമായിട്ടും ഞാൻ എന്റെ അറിവോടുകൂടിയല്ല. ഈ നിർമ്മല് പണ്ട് കോളേജ് പഠിച്ചപ്പോൾ എന്റെ പുറകെ കുറെ പ്രാവശ്യം നടന്നതാ. അവന് ഞാൻ ദേഷ്യപ്പെട്ടപ്പോ പിന്നെ അവൻ പിന്നാലെ വന്നിട്ടില്ല. പിന്നെ ഈയിടെ ആയിട്ട് ഫോൺ വഴി മെസ്സേജ് ഒക്കെ ആയിട്ടും എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ മോർഫിയിലെ ഫോട്ടോസാ, ഇതൊന്നും ഞാനല്ല എന്ന് പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. ഞാൻ കുറെ ദിവസമായിട്ട് ഇതും കൊണ്ട് ഉള്ള നീര് നടക്കുക. നിന്നെ ഒന്ന് കണ്ട് സംസാരിക്കാനായിട്ട് കുറെ ദിവസം കൊണ്ട് എന്നിട്ട് പുറകെ നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ചേച്ചി പറഞ്ഞ സത്യമാണെന്ന് ചോദിക്കുമ്പോൾ അതേ നയന, സത്യമാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ മുത്തശ്ശനാണെങ്കിൽ ആ പാടെ സുഖമില്ലാതിരിക്കുക. ചേച്ചിക്കത് അറിയാലോ. അതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയേനെ. പക്ഷെങ്കിൽ ഇപ്പൊ ഈ ഒരു അവസ്ഥയൊക്കെ മുത്തശ്ശൻ അറിഞ്ഞാൽ ആകെപ്പാടെ വിഷയമാകും എന്ന് പറയുമ്പോൾ പ്ലീസ് നയന, എന്നെ എങ്ങനെ രക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഞാനുണ്ട് കൂടെ. ചേച്ചി സമാധാനമായിട്ടിരിക്കുക, ഇവന്റെ കാര്യം ഞാൻ ഏറ്റു എന്ന് നയന പറയുന്നുണ്ട്.
നന്ദു ആണെങ്കിൽ പുറത്തേക്ക് പോകാൻ ഒരുങ്ങാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ അവര് ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടേക്കാണ് നന്ദു നീ പോന്നേന്ന്? എന്താ അമ്മേ, ഞാൻ പുറത്തേക്കൊക്കെ പോവാ, ഗ്രൗണ്ടിലേക്കൊക്കെ പോവാണ്. എത്ര ദിവസമാണ് ഇതിനകത്ത് മൂടിക്കെട്ടിരിക്കുന്നത് ചോദിക്കുമ്പോൾ, വേണ്ട എന്റെ മോൻ പോവണ്ട, എനിക്കിത് ഭയങ്കരമായ കഴുത്ത് തന്നെ, ജോലിയൊക്കെ ചെയ്ത് മടുത്തു, എന്റെ മോൾ എന്ന് കുഴമ്പിട്ട് വന്നേ, പിന്നെ ഇവിടെ ഒക്കെ എന്നെ ക്ലീനാക്കാൻ സഹായിച്ചെന്ന് പറയുമ്പോൾ, അമ്മ എന്തൊക്കെയാ പറഞ്ഞത്, ഞാനൊന്ന് പോട്ടമ്മേ, ഇതിനകത്തിരുന്ന് ഞാൻ മോറടിച്ചു, ഇതുവരെ ഞാനിങ്ങനെ ഇരുന്നിട്ടില്ലല്ലോ, എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ എന്ന് പറയുമ്പോൾ, പ്ലീസ് മോളെ, അമ്മ പറഞ്ഞു ഒന്ന് കേക്ക്, അമ്മയുടെ കാര്യത്തില് ഒന്ന് മറന്നിട്ടതാ എന്ന് പറയുന്നുണ്ട്. എന്താ അമ്മ ഇത്? പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, അമ്മയ്ക്ക് കഴുത്തുവേദനയൊന്നുമില്ല, ഇതൊക്കെ അമ്മയുടെ അഭിനയം തന്നെയാ. എന്നെ പുറത്തേക്ക് ഇറക്കാതിരിക്കാനുള്ള അമ്മയുടെ അടവ്. ഞാൻ പുറത്തേക്ക് പോയി അനിയെ കാണുമെന്നുള്ള പേടി അമ്മയ്ക്ക് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ കനകം മിണ്ടാതെ നിൽക്കാണ്. നന്ദൂട്ടാ, ഇങ്ങനെ ഈ കളിയും ഇതൊക്കെ മതിയാക്കിയിട്ട് പഠിത്തത്തിൽ ശ്രദ്ധിക്കുക. കുറച്ച് നാളുടെ ഉള്ള പഠിത്തം കഴിഞ്ഞിട്ട് എന്റെ മോൾ എങ്ങനെയെങ്കിലും ഒരു ജോലി മേടിക്കുക, എന്നിട്ട് സന്തോഷമായിട്ട് അന്തസ്സോടെ എല്ലാവരും മുമ്പിൽ ജീവിച്ചു കാണിക്കണം എന്ന് കനകം പറയുന്നുണ്ട്. ശരി ശരി, ഞാൻ സമ്മതിച്ചു, ഞാൻ അമ്മയുടെ കാര്യത്തില് കുഴമ്പിട്ട് തരാം, പക്ഷെ അത് കഴിയുമ്പം ഞാൻ പോകുമെന്നും പറഞ്ഞിട്ട് നന്ദു കുഴമ്പെടുക്കാനായിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പുറത്തു വന്നിരുന്ന് നന്ദുവിന്റെ ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് അതിനുള്ളിൽ അനിയുടെ ഫോട്ടോസ് ഇങ്ങനെ മാറി നോക്കി വിഷമിച്ചുകൊണ്ടിരിക്കുന്ന നന്ദുവിനെ കേട്ടോ കാണിക്കുന്നത്. ചേട്ടനോട് ഈ കാര്യമൊക്കെ പറയണോ? പറഞ്ഞ ആദർശേട്ടൻ എങ്ങനെ എടുക്കും? അത് പോസിറ്റീവായിട്ട് എടുക്കത്തില്ലായിരിക്കും, എങ്കിലും ഒരു കാര്യം മറച്ചു വെച്ചതിന്റെ പേരില് ഞാൻ അനുഭവിച്ചൊക്കെ മതി. ഇനിയൊരു കാര്യം ആദർശേട്ടന്റെ മുമ്പിൽ ഞാൻ മറച്ചു വെക്കില്ല എന്ന് നയനെ ഓർത്തുകൊണ്ട് നേരെ ആദർശിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്താ, പുതിയ വല്ല കള്ളത്തരമാണോ? ഈ ഫോട്ടോസ് ഒക്കെ നോക്കാമെന്ന് ചോദിക്കുമ്പോൾ ആദർശ് ഈ ഫോട്ടോ നോക്കിയിട്ട് ചോദിക്കുകയാണ്, ചേ ഇത്രയ്ക്കും വൃത്തിയായിട്ടാണോ നിന്റെ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ, അല്ല, ഇത് അവളുടെ പഴയൊരു ഫ്രണ്ടാ, അവൻ മോർഫ് ചെയ്ത ഫോട്ടോസൊക്കെ ഇനി അയച്ച് ചേച്ചി ഭീഷണിപ്പെടുത്തുക. പറയാൻ പറ്റില്ല, ഇവൻ ചിലപ്പോൾ ചേച്ചിയുടെ കാമുകനായിരിക്കും, പഴയ കാമുകൻ. അവനെ തേച്ചിട്ടായിരിക്കും അഭിയെ വിവാഹം കഴിച്ചത്. ഇപ്പൊ അവനെ ഒഴിവാക്കിയപ്പോൾ അവൻ അതിന് പ്രതികാരം ചെയ്യുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇവർ തമ്മിൽ പ്രേമത്തിലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, സത്യമായിട്ടും അവർ തമ്മിൽ പ്രേമത്തിലൊന്നും ആയിരുന്നില്ല. അവനാണെങ്കിൽ അവളോട് ചേച്ചിയുടെ പുറകെ നടന്നു എന്നൊക്കെയുള്ള സത്യമാണ്. പ്രപ്പോസും ചെയ്തിരുന്നു, പക്ഷെ ചേച്ചിക്ക് അവനെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് അമ്മ ഒഴിവാക്കി വിട്ടതാണ്. പിന്നെ ഇപ്പോഴാണ് ഈ കല്യാണം കഴിഞ്ഞ ശേഷം ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളില്ല ഇയാളെ വന്നിട്ട് വീണ്ടും ശല്യപ്പെടുത്തുന്നേ എന്ന് പറയുന്നുണ്ട്. ചേച്ചിക്ക് ഇത് തന്നെയാണോ പണി? ചേച്ചി എന്തെങ്കിലും ചെയ്യും, അനിയത്തത് മറച്ചു വെക്കും, ഇത് തന്നെയാണോ രണ്ടുപേരുടെ പണി എന്ന് ചോദിക്കാണ്. ഇവൾ നിന്റെയൊക്കെ പുറകെ തൂങ്ങാൻ എന്നെ കൊണ്ടൊന്നും ആവില്ല എന്ന് ആദർശ് പറയുന്നുണ്ട്. ആദർശേട്ടാ പ്ലീസ്, ഇത് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനമാണ്. കാരണം അവനിപ്പം അവൾ അനന്തപുരിയിലെ മരുമകളാണെന്ന് അറിഞ്ഞിട്ട് മനഃപൂർവ്വമായിട്ട് ഇപ്പൊ എന്തോ പ്ലാൻ ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ചേച്ചി ആ പട സങ്കടത്തില എന്നെ വിളിച്ച് കാര്യം പറഞ്ഞ ചേച്ചി ഒരുപാട് കരഞ്ഞു. പണ്ടത്തെ ചേച്ചിയല്ല, ഇപ്പൊ ഒത്തിരി മാറ്റമുണ്ട് എന്ന് പറയുന്നുണ്ട്. നിന്റെ ചേച്ചിയല്ലേ, അവള് മാറും, എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്ന് ആദർശ് പറയുന്നുണ്ട്. അല്ല ആദർശേട്ടാ, സത്യമായിട്ടും ചേച്ചിക്ക് നല്ല മാറ്റമുണ്ട് എന്ന് പറയാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യം ഞാൻ പറയാത്തതുകൊണ്ടല്ലേ ആദർശേട്ടൻ ഇത്രയ്ക്കും ദേഷ്യം, പക്ഷെ ഇനി ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല, മനസ്സിലിന്റെ ഒരുപാട് മുറിവുണ്ട്, അതുകൊണ്ടാന്ന് പറയുന്നുണ്ട്. ആ മുറിവൊന്നും ഒരിക്കലും ഉണങ്ങാൻ പോകുന്നില്ല നീ വിചാരിച്ചാലും എന്ന് പറയാണ്. ആദർശേട്ടാ പ്ലീസ്, ഞാൻ പറഞ്ഞൊന്ന് കേക്ക് എന്ന് പറയുമ്പോഴേക്കും ആദർശ് ശരി ഞാനും നോക്കട്ടെ എന്ന് പറയാണ്. ഇനി ആദർശേട്ടനെ സഹായിച്ചില്ല എന്നുണ്ടെങ്കിലും ഞാൻ ഈ ഒരു ഇതുമായിട്ട് മുമ്പോട്ട് പോകും. അവനെ കണ്ടുപിടിച്ച് അവന്റെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞ് അവനെ ശരിപ്പെടുത്തിയിട്ട് മാത്രമേ ഞാൻ ഇനി പിമ്പോട്ടുള്ളൂ എന്ന് നയന പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് അങ്ങനെ ഫോട്ടോസ് നോക്കിയിട്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് മോർഫ് ചെയ്ത ഫോട്ടോസ് ആകാൻ സാധ്യതയില്ലല്ലോ നയന എന്ന് പറയാണ്. അപ്പോഴേക്കും നയന പറയാണ്, അല്ല ആദർശേട്ടാ, ഇത് മോർഫ് ചെയ്ത ഫോട്ടോസ് തന്നെയാ, കാരണം അവൻ തന്നെ ചേച്ചിയോട് പറയുന്നുണ്ട്, ചേച്ചിയുടെ ഫോണിൽ ആ മെസ്സേജും വോയിസും എല്ലാം കിടപ്പുണ്ട് എന്ന് പറയുന്നുണ്ട്. ആദർശ് ഇപ്പം ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. നയനയാണെങ്കിലും ഞാൻ എന്താണെങ്കിലും ഇതിന് പുറകെ ഇറങ്ങാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നു കേട്ടോ.